ജീവിക്കാൻ പൊറുതിമുട്ടി മലയാളി. വിലക്കയറ്റം എന്ന് നമ്മൾ പലപ്പോഴും വായിച്ചും കേട്ടുമൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴാണ് മലയാളി വിലക്കയറ്റം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നേരിട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബ ബജറ്റ് താളം തെറ്റുന്ന തരത്തിലാണ് വിപണിയിലെ വിലവർധന ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആദ്യം പച്ചക്കറിയുടെ കാര്യം നോക്കാം. പച്ചക്കറിക്ക് ഇപ്പോൾ ഇഞ്ചിക്ക് 1 കിലോയ്ക്ക് 230 രൂപയാണ് 1 കിലോ ഇഞ്ചിയുടെ വില. അതേപോലെ വെളുത്തുള്ളിയുടെ വില കുത്തനെ ഉയർന്നു. 250 രൂപയാണ് വെളുത്തുള്ളിയുടെ വില. സവാളയുടെ വില കിലോയ്ക്ക് 60 മുതൽ 70 രൂപ വരെ വർദ്ധിച്ചു. പച്ചമുളകിൻ്റെ വില വർദ്ധിച്ചു. അങ്ങനെ വെണ്ടയ്ക്കയുടെ വില വർദ്ധിച്ചു. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളുടെ മുഴുവൻ വിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തമിഴ്നാട്ടിലെ മൺസൂൺ മഴ ലഭിച്ചതിലെ കുറവാണ് ഈ വില വർധനവിന്, പച്ചക്കറിയുടെ വില വർധനവ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പച്ചക്കറിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത്രയും വില വർധനവാണ് പച്ചക്കറിക്ക് അടുത്തിടെയായി. ഒരാഴ്ചയായതേ ഉള്ളൂ ഇത്രമാത്രം വില കുതിച്ചു കയറിയിട്ട്. ഇനി രണ്ടാമത് നമുക്ക് മുട്ടയുടെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് മുട്ടയുടെ കാര്യത്തിൽ. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് മുട്ടയുടെ കാര്യത്തിൽ. ഒരു വെളുത്ത മുട്ടയ്ക്ക് 10 രൂപ മുതൽ 12 രൂപ വരെയാണ് ഈടാക്കുന്നത്. നാടൻ മുട്ടയ്ക്ക് 15 രൂപ വരെ വില ഈടാക്കുന്നവരുണ്ട്. ഒരു താറാമുട്ടയ്ക്ക് 15 രൂപ ഈടാക്കുന്നവരുണ്ട്. അങ്ങനെ മുട്ടയുടെ വില സർവ്വകാല റെക്കോർഡിലാണ് കേരളത്തിലെത്തിയ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് മുട്ടയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. 2 കാര്യങ്ങൾ കൊണ്ടാണ് മുട്ടയുടെ വില വർധനവ് കൂടിയത്. ഒന്ന്, തമിഴ്നാട്ടിലെ TVK സർക്കാർ, വിജയ് സർക്കാർ അധികാരമേറ്റ ശേഷം ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തോടൊപ്പം മുട്ട നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം നടപ്പിലായി. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഏതാണ്ട് 70-75% മുട്ടകളും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ തികയാതെ വന്നിരിക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ പോലും ഇത്രയും വിദ്യാലയങ്ങളിൽ മുട്ട കൊടുക്കുമ്പോൾ അവിടെ ആഭ്യന്തരമായി തന്നെ അവിടെ വിറ്റഴിയുന്നുണ്ട്. അപ്പോൾ കച്ചവടക്കാർക്ക് പുതിയൊരു വിപണി അവിടെ തുറന്നു കിട്ടി. അതുകൊണ്ട് കേരളത്തിലേക്കുള്ള മുട്ടവരവ് ഗണ്യമായി കുറഞ്ഞു എന്ന് പറയാം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ മുട്ടയ്ക്കുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വളരെ ചെറുതാണ്. അതുകൊണ്ട് കേരളത്തിന് വേണ്ട തരത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനം ഇവിടെ ഇല്ല. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം മുട്ട കൊടുത്തു തുടങ്ങിയതോടുകൂടി കേരളത്തിലേക്കുള്ള മുട്ടവരവ് നിന്നു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കോഴിത്തീറ്റയുടെ വിലവർധനവാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ 50 കിലോ വരുന്ന ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 2300 മുതൽ 3500 രൂപ വരെയാണ് വില. അത്രമാത്രം വില കോഴിത്തീറ്റയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നു. അതും നമുക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇനി കോഴി ഇറച്ചിയുടെ കാര്യം നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണല്ലോ ചിക്കൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നേരത്തെ ഈ പറയുന്നത് പോലെ ബ്രോയിലർ കോഴികളെ ഇറച്ചിക്കായിട്ട് മാത്രം തമിഴ്നാട്ടിൽ വളർത്തുന്നുവെങ്കിൽ ഇപ്പോൾ അത് ആ കോഴികളാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അത് ഈ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ബ്രോയിലർ കോഴികളെ ഇവിടേക്ക് ഇറച്ചിക്കായി കൊണ്ടുവരാതെ അവിടെ തന്നെ അതിൻ്റെ മുട്ടയുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം കോഴി കർഷകർക്കിടയിൽ ഉണ്ടായി. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് നാമക്കലാണെന്ന് നമുക്കറിയാം. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കോഴി ഫാമുകൾ ഉള്ളത്. അവിടെ ഈ ബ്രോയിലർ കോഴികളെ ഇറച്ചിക്കായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നടപടി കുറഞ്ഞിരിക്കുന്നു. അവിടെ തന്നെ ബ്രോയിലർ കോഴികളെ മുട്ടയ്യുടെ ആവശ്യത്തിനായി, ഇറച്ചിയുടെ ആവശ്യത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു രീതി മാറ്റി മുട്ടയുടെ ആവശ്യത്തിനായി ബ്രോയിലർ കോഴികളെ അവിടെ വെച്ചു. കാരണം ഡിമാൻഡ് കൂടി, തമിഴ്നാട്ടിൽ ഡിമാൻഡ് കൂടിയതോടുകൂടി ബ്രോയിലർ കോഴികളുടെ ഇറച്ചിക്കായിട്ടുള്ള ബ്രോയിലർ കോഴികളെ കേരളത്തിലേക്ക് കടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി മാറി അവിടെ ബ്രോയിലർ കോഴികളെ വളർത്തി അതിനെ മുട്ടയുടെ ആവശ്യത്തിനായി അവിടെ ഉപയോഗിച്ചു തുടങ്ങി. അതാണ് ചിക്കന് വരുന്ന ക്ഷാമവും ചിക്കന് വരുന്ന വിലക്കയറ്റവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ആശ്രയിക്കാനുള്ളത് ബീഫാണ്. ബീഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 രൂപ വരെയാണ് കിലോയ്ക്ക് കൂടിയിരിക്കുന്നത്. ഓൾ കേരള ബീഫ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവരുടെ തീരുമാനം ബീഫിന് 100 രൂപ വരെ കൂട്ടാൻ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 360 മുതൽ 400 രൂപ വരെയാണ് ബീഫിൻ്റെ വില. അത് 100 രൂപ ആക്കുമ്പോഴേക്കും 460, 500 രൂപയായിട്ട് കൂടും. എല്ലില്ലാത്ത ബീഫിന് പ്രത്യേക വിലയാണ്, എല്ലുള്ളതിന് പ്രത്യേക വിലയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏതാണ്ട് നമുക്ക് 1 കിലോ ബീഫിന് 500 രൂപ വരെ കൊടുക്കേണ്ടി വരുന്നു. എന്തൊരു വിലക്കയറ്റമാണത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, തമിഴ്നാട്ടിൽ നിന്നാണ് എല്ലാം വരുന്നത്. പച്ചക്കറി വരുന്നത് അവിടെ നിന്നാണ്, കോഴി വരുന്നത് അവിടെ നിന്നാണ്, മുട്ട വരുന്നത് അവിടെ നിന്നാണ്.
അതുപോലെ തന്നെ ബീഫും തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കന്നുകാലികളെ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ എത്രയും ഈ കാലികൾ വരാനുള്ള കാരണം കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കാലികളെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ വിപണി ശൃംഖല വരുന്ന, അങ്ങനെയാണ്. അവിടെ നിന്നാണ് പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ശൃംഖല ഇപ്പോൾ തകർന്നിരിക്കുന്നു. അതിന് കാരണം ചില സംഘടനകൾ, ചില വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ ഈ കാലിക്കടത്ത് ആരോപിച്ച്, നമ്മൾ ഉത്തരേന്ത്യയിൽ കേട്ടേ ഉള്ളൂ, അത് പക്ഷേ ഇവിടെ പ്രായോഗികമായിരിക്കുകയാണ്. കാലിക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഈ കന്നുകാലികളുമായിട്ട് കൊണ്ടുവരുന്ന ലോറികളെ അവർ ആക്രമിക്കുന്നു, അവിടുത്തെ ആ ഡ്രൈവർമാരെ ആക്രമിക്കുന്നു, ഒപ്പമുള്ള ജീവനക്കാരെയും ആക്രമിക്കുന്നു. ഈ പറയുന്ന കാലികളെ അവർ തട്ടിയെടുത്തിട്ട് അവർ ഉത്തരേന്ത്യൻ വിപണിയിലേക്ക് കൊടുക്കുന്നു. അവിടുത്തെ വൻകിട ബീഫ് കയറ്റുമതിക്കാരുണ്ട്, അവരിലേക്ക് ഈ എത്തിക്കുന്ന ഒരു ശൃംഖല പുതിയതായിട്ട് രൂപപ്പെട്ടതോടുകൂടിയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരു വലിയ ബീഫ് പ്രതിസന്ധി വന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലിയുടെ എണ്ണം ഗണ്യമായി തന്നെ കുറഞ്ഞു. ഇതുകൊണ്ട് ഒരു 50% കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഈ പറയുന്ന കന്നുകാലിയുടെ വരവ് കേരളത്തിലേക്ക് കുറഞ്ഞു. അങ്ങനെ ബീഫിന്റെ വില വർദ്ധിച്ചു. ഇനി നമുക്കുള്ളത് മത്സ്യമാണ്. മത്സ്യത്തിന്റെ കാര്യത്തിലും വില വർധനമാണ്. അതായത് ഇപ്പോൾ നമുക്ക് മത്സ്യത്തിന്റെ മേഖലയിലെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ട്രോളിംഗ് നിരോധനമാണ്. ഈ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, വള്ളങ്ങൾക്ക് പോയി മീൻ പിടിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വള്ളങ്ങൾക്ക് മീൻ കിട്ടുന്നത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണമായി തിലാപ്പിയ, അതിനാണ് ഏറ്റവും കുറവ് വില, 240 രൂപയാണ്. പിരാന ഇനത്തിൽപ്പെടുന്ന പല വിധത്തിലുള്ള മത്സ്യങ്ങളുണ്ട്, അതിന് 220 കിലോയ്ക്ക് വില. തിരുത മീന് 800 രൂപ മുതൽ 1000 രൂപ വരെയാണ് വിപണിയിൽ വില. മത്തി കിട്ടാനില്ല, അയില കിട്ടാനില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അന്യനാട്ടിൽ നിന്ന് വരുന്നതാണ്, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതിനെ മലയാളി അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. പ്രാദേശിക വിപണിയിൽ മീൻ ലഭ്യത ഉണ്ടെങ്കിൽ പോലും, ആ വില കുറഞ്ഞുകൊണ്ടെങ്കിൽ പോലും അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കാരണത്താൽ മലയാളികൾ ആ മീനിലേക്ക് പോകുന്നില്ല. നമുക്ക് തദ്ദേശീയമായിട്ടുള്ള മീനാണ് നമുക്ക് വേണ്ടത്. പക്ഷേ തദ്ദേശീയമായ മീൻ ഈ ട്രോളിംഗ് നിരോധനം കാരണവും നേരത്തെ പറഞ്ഞതുപോലെ വള്ളത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ലഭ്യത കുറഞ്ഞതും കാരണം നമ്മുടെ നാടൻ മീൻ കിട്ടാനില്ല. അതുകൊണ്ട് ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീനെ മലയാളി അത്ര വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് മീനിന് വിലക്കയറ്റം. അപ്പോൾ ചുരുക്കത്തിൽ പച്ചക്കറിക്ക് വില കൂടി, കോഴിമുട്ട അതിൻ്റെ ഏറ്റവും സർവ്വകാല റെക്കോർഡിൽ എത്തി നിൽക്കുന്നു, കോഴി ഇറച്ചി കിട്ടാനില്ല, അതേപോലെ തന്നെ ബീഫ് കിട്ടാനില്ല. അങ്ങനെ നമ്മുടെ ഒരു ശരാശരി മലയാളിയുടെ കുടുംബ ബജറ്റ് ആകെ താളം തെറ്റുകയാണ്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.